ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാവിധ നൽവരങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കിന്ന് മക്കളെ ഭഗവത്ഗീത 18-ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. അഷ്ടാദശോ അധ്യായം. അഷ്ടം 8, ദശം 10. അഷ്ടാദശം 18, 8ഉം 10ഉം 18. ആ 18-ാമത്തെ അധ്യായം. മോക്ഷ സന്യാസ യോഗ. എന്താണ് മോക്ഷ സന്യാസ ഈ യോഗ? അതാണ് അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം. അർജുനൻ ചോദിക്കും, എന്താ ഭഗവാനെ ഈ സന്യാസം, ത്യാഗം, ഇതൊക്കെ എന്താണെന്ന് അർജുനൻ അറിയണം. നമുക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് സന്യാസം, എന്താണ് ത്യാഗം, അതിനെപ്പറ്റി ഭഗവാൻ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഭഗവാനെ കൃഷ്ണ എന്നാണ് അർജുനൻ ചോദിക്കാൻ പോകുന്നത്. എങ്ങനെയാ ചോദിക്കുന്നത്? അർജുന ഉവാച മോക്ഷ സന്യാസ യോഗ. അതാണ് അഷ്ടാദശോ അധ്യായം. അത് നമുക്ക് 1-ാമത്തെ ശ്ലോകം. അർജുനൻ ചോദിക്കുകയാണ്, സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. കേശിയെ വധിച്ചതുകൊണ്ടാണ് കേശി നിഷൂദന. കേശവ എന്ന് പേരിട്ടത് എന്താ ഭഗവാനെ കേശവൻ എന്ന്? ഈ കേശിയെ വധിച്ചതുകൊണ്ടെങ്ങാണ്ടാണ്. അതുകൊണ്ടാണ് മഹാബാഹു. അത്ര ഭഗവാന്റെ കൈകൾക്ക് അത്രമാത്രം അത്ഭുത ശക്തി. അതാ മഹാബാഹു. ഭഗവാനെ വിളിക്കുക, സംബോധന ചെയ്യാണ്. സന്യാസസ്യ മഹാബാഹു തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ എന്താ പറയാ? ഭഗവാനോട് ചോദിക്കുന്നത് എങ്ങനെ സാരം ഞാൻ വായിച്ചില്ല. അല്ലയോ മഹാബാഹു, ഭഗവാനി കൃഷ്ണ നാരായണ, സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വങ്ങളെ വേർതിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനോട് പറയുന്നു, സന്യാസം ത്യാഗം ഇതെനിക്ക് വേർതിരിച്ചെനിക്ക് പറഞ്ഞു തരണമേ, എനിക്കതിന് ആഗ്രഹമുണ്ട് ഭഗവാനെ നാരായണ കൃഷ്ണ എന്ന് ചോദിക്കുക. അതിന് ആഗ്രഹമുണ്ടെന്ന് പറയാം. നമ്മളെ മക്കളെ നമുക്ക് എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? എന്താ ഈ സന്യാസം, എന്താണ് ഇതിൻ്റെ ത്യാഗം? ഇതൊക്കെ ഒരു സന്യാസിക്ക് ആവശ്യമാണ്. ത്യാഗം വേണം. സന്യാസം എങ്ങനെ സന്യാസി ആകണം, ത്യാഗം എന്താണ് ത്യാഗം? അതാണ് ഇനി ഭഗവാൻ എന്താ പറയാൻ പോകുന്നത്. നമുക്ക് 2-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. അതായത് ഇവിടെ ഭഗവാൻ പറയുന്നു, എല്ലാ കർമ്മ കാമ്യങ്ങളെ, ആഗ്രഹം കാമ്യം എന്ന് വെച്ചാൽ ആഗ്രഹം, ഈ എല്ലാത്തിൻ്റെ കാമ്യകർമ്മങ്ങൾ അതെന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ എന്ത് വരും? സന്യാസമാകാം. നമ്മൾ ആരാ അങ്ങനെ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഫലം വേണമെന്ന് ആഗ്രഹം. ഇന്നത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് കിട്ടുള്ള മനസ്സ്. ഇപ്പം ഒരു കുഞ്ഞിനെ പോലും നമ്മൾ സന്തോഷമായിട്ട് വളർത്തിയാൽ അവരെന്നെ വയസ്സുകാലം നോക്കിക്കൊള്ളും, അതൊരു ചിന്ത. അത് ആഗ്രഹമല്ലേ? നന്നായി കുട്ടികളെ പ്രസവിച്ച് വളർത്തുമ്പോൾ എൻ്റെ മിക്കവാറുള്ളവരങ്ങനെ ചെയ്യത്തില്ല. നമ്മുടെ കടമയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ കുട്ടികളെ വളർത്തുകയും പഠിപ്പിക്കുകയും നമ്മളും കിടപ്പാകുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ആനുകൂല്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത്തിൽ കാണും എവിടെയെങ്കിലും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്ത് കർമ്മം ചെയ്താലും ആഗ്രഹം ഉപേക്ഷിക്കണം. എന്തിനു വേണ്ടിയാ? സന്യാസം. സന്യാസികൾ അങ്ങനെയാണ്. അല്ലാത്തവർ എന്തും ഫലം നോക്കിയേ ചെയ്യുള്ളൂ. എന്ത് കാര്യം മറ്റുള്ളവർ കൊടുക്കാനും അതിനും ഒരു ഫലം ഇങ്ങോട്ട് ചിന്തിക്കും. ഞാൻ ഇന്നത് അവർക്ക് ചെയ്താൽ അവരെനിക്ക് ഇന്നത് ചെയ്ത് തരും. അവരുടെ ഫലം ആഗ്രഹമാണ്. ഇവിടെ ഭഗവാനോട് ഈ അർജുനൻ ചോദിക്കുന്നത്, എന്താ ഭഗവാനെ സന്യാസം, എന്താണ് ത്യാഗം, ഇതിനെനിക്ക് വേർതിരിച്ച് എന്നെ മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലാ കാമ്യകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ കർമ്മം ചെയ്യും. നമ്മൾ ഈ ശരീരം പോകോളം നമ്മൾ കർമ്മം ചെയ്ത്, അത് മക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും അച്ഛനും അമ്മയ്ക്കായാലും ആർക്കായാലും അന്നന്ന് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാതെ ഈ ശരീരം വെടിയോളം എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ എന്തിനാ ചെയ്യുന്നത്? ഒരു ഫലത്തിനും ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്. നമ്മളെ കടപ്പാടാണ്.
നമ്മൾ മക്കളെ വളർത്തുന്നതായാലും അവരെ പഠിപ്പിക്കുന്നതായാലും അല്ലെങ്കിൽ അച്ഛനമ്മയെ നോക്കുന്നതായാലും എല്ലാം എന്താണ് നമുക്ക് ചെയ്യേണ്ട കടമയാണെന്ന് കരുതുന്നത്. ഒരാഗ്രഹത്തിനും വേണ്ടി അല്ല ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെ അല്ല. ഇവിടെ എന്താ സന്യാസത്തെ പറ്റി പറയുന്നു. അപ്പോൾ ഒരു സന്യാസി ഇങ്ങനെ ആയിരിക്കണം. എന്ത് കർമ്മം ചെയ്താലും യാതൊരു പല ആഗ്രഹങ്ങളും പാടില്ല. അതാണ് സന്യാസം. പിന്നെ ത്യാഗം, അത് കർമ്മഫലങ്ങളെ ത്യജിക്കുന്നത് ത്യാഗം. ഒരു കർമ്മം നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലം ത്യജിക്കുക അങ്ങനെ ചിന്തയേ ഇല്ല. അതിൻ്റെ ഒറ്റ ഉദാഹരണം, നമ്മൾ എന്തെങ്കിലും ഇപ്പം തന്നെ ഇതൊരു കർമ്മമല്ലേ, ഇത് 4 വർഷം കൊണ്ട് ചെയ്യുന്നൊരു കർമ്മമാണ്. ഇതിനകത്തൊരു ഫലം വന്ന് ചേർന്ന് കിടന്നാൽ പോലെ തന്നെ ത്യജിക്കാനുള്ള മനസ്സാണ്, ത്യജിപ്പാണ്. ആ ഫലത്തെ ത്യജിക്കുകയാണ്. അത് ത്യാഗം തന്നെയാണ്. ആ ഫലം ആഗ്രഹവുമില്ല, അതിനെ ത്യജിച്ച് മാറ്റിക്കളയുക, അതാണ് ത്യാഗം. അപ്പം ത്യാഗം എന്താണ്? നമ്മൾ എന്തൊക്കെ കണ്ട് ഓരോ കർമ്മങ്ങൾ നമ്മൾ കണ്ടതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും ഫലത്തെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതോ ഫലം വെച്ച് നീട്ടിയാൽ പോലും നമ്മൾ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അത്ര തന്നെ. അതാണ് ത്യാഗം. അത് ആരാ ഇത് പറയുന്നത്? ഈ ശാസ്ത്രത്തിൻ്റെയൊക്കെ ആത്മാവ്. ഇത് ആരാ? പണ്ഡിതന്മാർ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ജ്ഞാനികൾ, ഋഷികളൊക്കെയാണ്. ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ്. ശാസ്ത്രത്തിൻ്റെ ആത്മാവ് അറിയുന്നവരുടെ അഭിപ്രായമാണിത്. ഇത് നല്ല ജ്ഞാനികളുടെ അഭിപ്രായം. ഭഗവാൻ പറയും ഇങ്ങനെയാണ് മഹാത്മാക്കളൊക്കെ ഇതൊക്കെ പറയുന്നത്. ഈ ത്യാഗം എന്നാൽ ഫലം ത്യജിക്കുക, കർമ്മങ്ങൾ ചെയ്യും, യാതൊരു ആഗ്രഹത്തിനും അല്ല, ഫലം ത്യജിക്കും. അതുപോലെ തന്നെ ഒരു ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന സന്യാസം, ത്യജിക്കുന്നത് ത്യാഗം. ത്യാഗം എന്നല്ല എൻ്റെ പേര്, ത്യജിക്കുക, അതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണി മനീഷിണ യജ്ഞദാനതപ കർമ്മ ത്യാജ്യം ഇതി ചാപരേ. ദോഷയുക്തമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ദോഷമുള്ള കർമ്മങ്ങൾ, പല പല ദോഷകർമ്മങ്ങൾ നമ്മൾ പലരും ചെയ്യാറുണ്ട്. പല ജീവജാലങ്ങളെ കൊല്ലുക, അതിന് തിന്നുക, അങ്ങനെ, അല്ലെങ്കിൽ അടിക്കുക, വേദനിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഓരോരോ രീതിയിലും. ഇപ്പം എന്താ വെച്ചാൽ ഒരു സന്യാസിക്ക് അത് പാടുണ്ടോ എന്ന് ഇന്ന് ഞാൻ കേട്ടു. ഒരു സന്യാസിയുടെ അത് ഞാൻ എൻ്റെ ചില മക്കൾക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ചള്ള അടിക്കുമ്പോൾ ഈ ചള്ള കാണിച്ചു കൊടുക്കുന്നത് പണ്ടത്തെ ഒരു കാലമാണ്. ഇന്ന് അങ്ങനെ നിന്നാൽ ഒത്തിരിയുടെ അടിച്ച് അത് കാണിക്കുമ്പോൾ അവിടെ അടിക്കും. പിന്നെ അവർ ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു നിർത്ത് കാണത്തില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അവിടെ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ചെയ്യണമെന്നാണ്. അത് ഞാൻ 1-2 മക്കൾക്ക് ഇട്ടും കൊടുത്ത്. അതുകൊണ്ട് മനസ്സിലാക്കണം, സന്യാസിയായതുകൊണ്ട് ഈ സർവ്വതും ക്ഷമിച്ചും സഹിച്ചും മൂലയിൽ ഒതുങ്ങി, ഞാനൊരു പാവപ്പെട്ട സന്യാസിയാണേ, ആരെന്നെ ചവിട്ടി മതിച്ചാലും ഞാനങ്ങ് സഹിച്ചോളാമേ എന്ന് പറയുന്നതല്ല സന്യാസം. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് ഇങ്ങോട്ടൊന്ന് വന്നാൽ നമ്മൾ അത് പറയേണ്ടത് പറഞ്ഞ് തന്നെ തീർക്കണം. അല്ലെങ്കിൽ പിന്നെ അവർ തുടങ്ങിക്കൊണ്ടിരിക്കും. കർത്താവായ യേശു തമ്പുരാൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ എല്ലാവരും അവരുടെ എന്തോ കുറ്റകൃത്യം കൊണ്ടാണ്, അവർ കൊള്ളില്ലാത്തത് കൊണ്ട് കുറേ ആളുകളൊന്ന് അവരെ കല്ലെടുത്തു. അപ്പോൾ ഈ സ്ത്രീ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ എന്താ, എല്ലാവരുടെ കയ്യിലും കല്ലിരിപ്പുണ്ട്. ഈ കല്ല് എന്തിനാ ഈ സ്ത്രീയെ എറിയാൻ? അവർ ചെയ്ത കുറ്റം പറഞ്ഞുകൊണ്ട് എറിയാൻ നിൽക്കുക. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തരും അവരവരിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തവരാണോ? നിങ്ങളിൽ ആരാണ് പാപം ചെയ്യാത്തവർ? അങ്ങനെ പാപം ചെയ്തില്ല എന്ന് ഉറപ്പുള്ളത് എറിഞ്ഞോളാൻ പറഞ്ഞു. എല്ലാവരും നോക്കി ഉള്ളിലേക്ക് തിരിഞ്ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയോ ചെയ്ത് കല്ലങ്ങ് താഴെ വീണ്. ഇങ്ങനെ ഓരോരുത്തരും ഉള്ളത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പം എല്ലാവരുടെയും കല്ല് താഴേക്ക് ഇട്ടു. ആ സ്ത്രീയെ എറിഞ്ഞില്ല. കാരണം തെറ്റ് ചെയ്തവന് മറ്റൊരാളെ തെറ്റിനെ തിരുത്താൻ അവകാശമില്ല. സ്വന്തം തെറ്റ് ആദ്യം തിരുത്തിയിട്ട് വേണം, നന്നായിട്ട് വേണം. അവനവൻ തന്നെ നന്നായാൽ മതി. അവനവൻ തന്നെ നന്നാവാത്തത്തോളം കാലം വേറൊരാളെ തെറ്റിനെ തിരുത്തേണ്ട കാര്യം എങ്ങനെയാണ്? സ്വന്തം തെറ്റിനെ മറച്ച് പിടിച്ചുകൊണ്ടാണ് മറ്റൊരാൾ തെറ്റിനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശരിയാണോ? അതുകൊണ്ടിവിടെ ദോഷയുക്തമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ഇത് ഭഗവാന്റെ വാക്കല്ല, ഭഗവാൻ മറ്റ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ദോഷയുക്തമായ കർമ്മങ്ങൾ. ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്ത് എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തോ എനിക്ക് മറ്റൊരാൾ നോക്കുമ്പോൾ എൻ്റെ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ചെയ്താൽ ഞാൻ മറ്റൊരാളെ തെറ്റിനെ തിരുത്താൻ പറ്റുമോ?
അവരുടനെ ചോദിക്കില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെറ്റുകാരല്ലേ, നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ കാര്യമുണ്ടോ? അപ്പം നമ്മൾ അതിന് മുതിരാതിരിക്കുകയല്ലേ നല്ലത്. നമ്മൾ തെറ്റുണ്ടെങ്കിൽ വേറെ തെറ്റാ തിരുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ ഇന്ന് ശുദ്ധമായിരിക്കും, ഇന്നലെ നമ്മൾ തെറ്റ് ചെയ്തവരാ. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല തെറ്റുകളും ചെയ്ത് കാണും. അതിൽ നിന്നെല്ലാം ആ തെറ്റിൽ കൂടെ നമ്മൾ ശരി പഠിച്ചും കാണും. പിന്നെ ആ തെറ്റ് നമ്മൾ ആവർത്തിക്കാതെ പഠിക്കും. അപ്പോൾ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ച നമ്മൾ തെറ്റ് ചെയ്തതാവാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പിന്നെ ഇനി എനിക്കിത് ആവർത്തിക്കത്തില്ല, ഇനി എനിക്ക് തെറ്റുണ്ടാവില്ല എന്ന് നമ്മൾ അതേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിന് മറ്റൊരാൾ നമ്മളെ തെറ്റെന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളിൽ ഞാൻ പറയുന്നു എൻ്റെ തെറ്റിനെ ഞാൻ മറച്ചു പിടിച്ചിട്ട് വേറൊരാളെ തെറ്റിനെ ഞാൻ തിരുത്താൻ ചെന്നാൽ അവർക്കുള്ള മനസ്സിൽ അറിയാം നമ്മളെ തെറ്റെന്താണെന്ന്. ഉടനെ അവരെന്ത് പ്രതികരിക്കും? അത് പ്രതികരിച്ചേ പറ്റൂ. നിങ്ങളെ തെറ്റിനെ നിങ്ങൾ ശരിയാക്കിയിട്ടാണോ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് നമുക്ക് ചോദിക്കാം. അതാണ് ഈ ചെള്ളയിൽ അടിച്ചാൽ ഈ ചെള്ളയും കൂടെ കാണിച്ച് കൊടുക്കണമെന്ന് അത് പണ്ട് മഹാത്മാഗാന്ധി ആരാണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നടക്കത്തില്ല, എറിക്കത്തില്ല. അങ്ങനെ ആയാൽ അടിച്ചടിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ കാണിച്ച് പിന്നെ ഇപ്പുറത്തടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അടിച്ചോ അടിച്ചോ അടിച്ചോ, ഇത് തന്നെയാണ്. അതിന് പാടില്ല, അങ്ങനെ അതല്ല സന്യാസം. അതുകൊണ്ട് ദോഷയുക്തമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മളാൽ ഒക്കുന്ന രീതിയിൽ നമുക്ക് ആർക്കും ദോഷം ചെയ്യാതിരിക്കണം. ആരും ഒന്നും പറയാതെയും ഇങ്ങോട്ട് വന്നാൽ വിടണ്ട. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ചോദ്യം ചെയ്യാതെ തന്നെ ചെയ്യാം. അല്ലാതെ നമ്മൾ അങ്ങോട്ട് കയറി ഒന്നിനെ ഉപദ്രവിക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട. നമ്മളിപ്പോൾ ഒരു പട്ടി കടിക്കാമോ, നമ്മൾ എന്നാൽ ഞാൻ സന്യാസം നീ കടിച്ചോടാ എന്ന് പട്ടിയെടുത്ത് പറയൂ. ആ പട്ടി നമ്മൾ എന്ത് ചെയ്യും? അടിച്ചോടിക്കും. ഇല്ലെങ്കിൽ നമ്മളെ കടിച്ചു പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ സന്യാസിയാണ്, സർവ്വതും പരബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമയമാണ്, പട്ടിയും ബ്രഹ്മമയമാണ് എന്ന് പറയും. പട്ടി നീ ഒന്ന് കടിച്ചോ, നിനക്ക് വിശക്കല്ലേ, എൻ്റെ ദേഹം കടിച്ച് തിന്നോ എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കൂ. അതുകൊണ്ട് ദോഷയുക്തമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു, സാഖ്യന്മാർ ആണ് പറഞ്ഞത്. എന്നാൽ യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടരുതെന്നാണ് മീമാംസകൾ പറയുന്നത്. മീമാംസകൾ വെച്ചാൽ ഇതുപോലെ പണ്ഡിതന്മാർ പറയുന്നത് യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കാൻ പാടില്ല. മറ്റ് ദോഷയുക്തങ്ങളായ മറ്റ് കർമ്മങ്ങളൊക്കെ ഒരു സന്യാസിക്ക് ചെയ്യേണ്ടതേ ചെയ്യാവൂ, ദോഷകർമ്മങ്ങൾ ചെയ്തുകൂടാ. ഒരു പട്ടി വെറുതെ വന്നാൽ അതിനെ ഉപദ്രവിക്കരുത്. നമ്മളെ കടിക്കാൻ വന്നാൽ മാത്രമേ അതിനെ ഓടിച്ച് വിടാവൂ, അടിയും കൊടുത്ത് വിടാം. പോയില് നല്ല അടി കൊടുക്കാം. അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഒന്നിനെയും ദോഷം ചെയ്തുകൂടാ, ഒന്നിനെയും ഉപദ്രവിച്ചുകൂടാ, ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചുകൂടാ. എല്ലാം ബ്രഹ്മമയമാണെന്ന് കാണണം അവിടെ. പക്ഷേ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മളവിടെ ബ്രഹ്മമയമൊന്നും കാണണ്ട. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, യജ്ഞവും ദാനവും തപസ് എന്താണ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടരുതെന്നാണ് മീമാംസകൾ പറയുന്നത്. അറിവുള്ള ജ്ഞാനികൾ അത് പറയുന്നുണ്ട്. എന്നിട്ട് 3-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുക? 4-ാമത്തെ ശ്ലോകത്തിൽ 3 കഴിഞ്ഞു. 4-ാമത്തെ ശ്ലോകത്തിൽ നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമാ ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. അല്ലയോ അർജുന, ഭഗവാൻ പറയുക, 3 വിധത്തിലുള്ള ത്യാഗത്തെ സംബന്ധിച്ച് എൻ്റെ നിശ്ചയം കേൾക്കുക. അപ്പോൾ 3 വിധത്തിലുണ്ട് ത്യാഗം. ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. മറ്റതൊക്കെ ഓരോ പണ്ഡിതന്മാർ സാഖ്യന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദോഷയുക്തമായ കർമ്മങ്ങൾ ചെയ്യരുത്, പിന്നെയോ യജ്ഞവും ദാനവും തപസ്സൊക്കെ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതിരുന്നാൽ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര അറിവില്ലാത്തവരായാലും നമ്മൾ സന്ധ്യാസമയങ്ങളിൽ നമുക്ക് യജ്ഞമൊന്നും അറിയില്ല. ഹോമം ഇങ്ങനെയുള്ളതൊക്കെ മഹാജ്ഞാനികൾക്കാണ്. അതൊക്കെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് എന്താണ്, ഭക്തിയുണ്ട്, ഒരു സന്യാസി ആകുകയും വേണം. പക്ഷെ നമുക്ക് എന്താ ഉള്ളത്, ഈ എൻ്റെ അച്ഛനൊക്കെ ചെയ്തിട്ടുള്ള കണക്കുള്ള ഗണപതി ഹോമം പോലുള്ള ഒന്നും നമുക്കറിയില്ല. അതിനൊക്കെ എൻ്റെ അമ്മ അന്ന് കൂട്ടുനിന്ന് എല്ലാം ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം നെല്ലിയുടെ ഇല ഉണക്കി പച്ച ഇടിച്ച് പൊടിച്ച് പച്ച നിറമാക്കും. ഈ ഉമിക്കരി ഇങ്ങനെ ഉമിക്കരി പോലെ ആക്കിയാൽ അത് പൊടിച്ച് കറുത്ത പൊടിയാക്കും. മഞ്ഞളിടിച്ച് മഞ്ഞപ്പൊടിയാക്കും. അരിപ്പൊടി വെള്ളയാക്കും. ഇങ്ങനെ കളങ്ങളിടാനൊക്കെ എന്തൊക്കെ അമ്മ എല്ലാം ഒരുക്കി കൊടുക്കും. ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ പുഷ്പങ്ങളും വെച്ച് കൊടുക്കും, ചന്ദനമൊക്കെ അരച്ച് കൊടുക്കും, ഇങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കും. അതൊന്നും എനിക്കറിയില്ല. എനിക്കെന്തറിയാം? എനിക്കൊന്നും അറിയില്ല. എന്നാൽ ഇച്ചിരി എന്തൊക്കെ അറിയാം, എനിക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുക, ആ പ്രതീകമാകുന്ന ഭഗവാന്റെ മുമ്പിൽ നിന്ന് ആരാധിക്കാൻ അറിയാം. അതാണ് എൻ്റെ യജ്ഞം, എനിക്കതാണ് ഇഷ്ടം. അത് സ്തോത്രയാഗം.
അത് കുട്ടിനാളിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ ഇവിടെ താമസമായപ്പോൾ എൻ്റെ മക്കളും ഞാനിവിടെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. മക്കൾ വളർന്ന് 10ാം ക്ലാസ് കടന്നപ്പം 10ൽ പഠിക്കുന്ന കുട്ടികൾ വരെ 5 തൊട്ട് പഠിപ്പിച്ച് ട്യൂഷൻ പിള്ളേർ വരെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടി ഒരു സ്തോത്രയാഗമായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സ്തോത്രയാഗം ചെയ്യും. എനിക്ക് ആ യജ്ഞം മതി. എന്തായാലും അവനവന് ഇഷ്ടപ്പെട്ട യജ്ഞം മതി. അത് നന്നായി ഇഷ്ടാനുസരണം അങ്ങ് തുടങ്ങിയാൽ മതി. ഒരു ഫലത്തിനുമല്ല, ഒരാഗ്രഹത്തിനുമല്ല, ഒന്നും വേണമെന്ന് കരുതില്ല. അതെൻ്റെ കടമ, എൻ്റെ ഇഷ്ടം, എനിക്ക് സന്തോഷം, എൻ്റെ സമാധാനം, എനിക്ക് ചെയ്യേണ്ടതാണത്. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, 3 വിധത്തിലുള്ള ത്യാഗത്തെ സംബന്ധിച്ച് എൻ്റെ നിശ്ചയങ്ങൾക്ക് ഞാൻ പറഞ്ഞു നീ കേൾക്കൂ. എന്താണ് പറയുന്നത്? 5ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? യജ്ഞാദാന തപ കർമ്മ ന ത്യാജ്യം കാര്യമേവ തൽ യജ്ഞോദാനം തപച്ചൈവ പാവനാനി മനീഷിണാം. ത്യജിക്കരുതാത്ത കർമ്മങ്ങളാണ് യജ്ഞവും ദാനവും തപസ്സും. കാരണം ത്യജിച്ച് കളയേ ചെയ്തത്. നമുക്ക് നമ്മളുടെ ഒക്കുന്ന യജ്ഞം നമുക്കെന്തറിയാം? നമുക്ക് ഭഗവത് പാരായണങ്ങളാണോ? രാവിലെ ഒരു മണിക്കൂർ നടത്തൂ. നന്നായി സഹസ്രനാമോ, അതായത് ഭഗവത് പാരായണങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല കീർത്തനങ്ങളോ ഇരുന്നങ്ങ് ചൊല്ലി അതിൽ നിറഞ്ഞിരിക്കൂ. നമ്മുടെ ഹൃദയം നിറയട്ടെ, ആത്മാവിൽ ലയം പ്രാപിക്കട്ടെ. അത് നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ പരബ്രഹ്മത്തെ ആ ലയം പ്രാപിക്കാനല്ലേ. അതിന് എന്താണ് നമുക്ക് യുക്തം? അതനുസരിച്ച് ചെയ്താൽ പോരെ. അവരവർക്ക് ഒക്കുന്നവർ ചെയ്യുക. അതുകൊണ്ട് യജ്ഞം തള്ളിക്കളയരുത്, ദാനവും കളയരുത്. ദാനം ചെയ്യണം. ഇപ്പം തന്നെ നമുക്ക് എന്താ ദാനം? അന്നദാനം കൊടുക്കാം, വസ്ത്രദാനം കൊടുക്കാം, വസ്തു കൊടുക്കാം, വീട് കൊടുക്കാം, പണം കൊടുക്കാം, സ്വർണം കൊടുക്കാം, വിദ്യ കൊടുക്കാം. നമ്മളതിൽ ഒക്കുന്നത് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഉണ്ടെങ്കിൽ. നമുക്കിപ്പോൾ ഒന്നുമില്ലേ, അറിവാണോ വിദ്യയാണോ, അതും ദാനം. ഇതിപ്പോൾ 4 വർഷം കൊണ്ട് ഒരു ഫലവും മനസ്സിൽ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ നേരായി വല്ലതും കിട്ടിയാൽ എടുത്തുകൂടാകേയില്ല. അത് ദോഷമല്ല. അത് ദക്ഷിണയെന്ന് നമുക്കെല്ലാം ദക്ഷിണയോട് കർമ്മമെന്നല്ലേ പറയാം. ആരെങ്കിലും അത്യാവശ്യം ഇവിടെ 1-2 ഭക്തമക്കൾ വന്ന് എനിക്ക് ദക്ഷിണ തന്നുകൊണ്ടാണ് ഞാനത് പറയാം. അത് നമുക്ക് നിർബന്ധിച്ച് നമ്മളെ അടിച്ചേൽപ്പിച്ചാൽ നമുക്കത് മേടിക്കാം. അതുകൊണ്ട് അത് ദോഷമല്ല. ഈ നേരെ കിട്ടുന്ന എന്തായാലും നമുക്ക് എടുക്കുന്നതിന് നമ്മൾ ആഗ്രഹിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ആ ഫലം വേണം, ചിന്തിക്കേ പാടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ദാനം ചെയ്യണം. ഒന്നും കൊടുക്കാല്ല, വിദ്യ വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമ്മൾ ഇതെന്താണ്, ഒരാഗ്രഹവും നോക്കാതെ തന്നെ ഉള്ള ഒരു LKG ആണോ അതാകട്ടെ. LKG കുട്ടികൾക്കും പഠിക്കണമല്ലോ. അവർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്ന ആയിക്കോട്ടെ. അത് നമുക്ക് പറ്റിയൊരു ദാനമല്ലേ. അല്ലെങ്കിൽ കുറച്ച് വസ്ത്രം ദാനം ചെയ്തുകൂടെ? എന്തും കൊടുക്കാം. അതുപോലെ ദാനം അത് പാടുണ്ടോ, നിർത്താൻ പാടുണ്ടോ? അത് ചെയ്യണം, അത് കടമയാണ്. അപ്പോൾ യജ്ഞം, ദാനം, തപസ്. നമ്മൾ നന്നായി സ്തോത്രയാഗമൊക്കെ ചെയ്തിരുന്നിട്ട് നമ്മളങ്ങനെ ആനന്ദ ലഹരിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം നമ്മൾ ധ്യാനിച്ചങ്ങിരിക്കേ, തപസ്സിലിരിക്കൂ. അങ്ങനെ നിത്യനാകുമ്പോൾ അത് വനത്തിൽ പോകുന്ന തപസ്സിനേക്കാളും നല്ല തപസ്സാണ്. നമ്മളെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ടായിരിക്കും ഈ തപസ്സിലിരിക്കുന്നത്. വീട്ടുകാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഈ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയുള്ള സന്യാസമാണ്. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ട സന്യാസം അങ്ങനെയാ. അല്ല എല്ലാം ഇട്ടെറിഞ്ഞ്, മക്കളെ ഇട്ടെറിഞ്ഞ്, ഭർത്താവിനെ ഇട്ടെറിഞ്ഞിട്ടല്ല തപസ്സിന് പോകണ്ടേ. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വീട്ടിൽ തന്നെ ആകാം, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തന്നെ ആകാം. പക്ഷെ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കുക, മനഃശുദ്ധി, ആ പരമാത്മ ലയം പ്രാപിക്കാനുള്ള മറ്റ് ഒരു ചിന്തയിലും ആ സമയത്ത് പോകാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ത്യജിച്ച് കളഞ്ഞിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു തൻ്റെടം നമുക്ക് വേണ്ട, വൈരാഗ്യം വേണം. ഇതെനിക്ക് ആവശ്യമാണ്, എനിക്ക് നന്നായി ആരാധിക്കണം, എനിക്ക് സ്തുതിക്കണം, എന്നിട്ട് എൻ്റെ ഭഗവാനെ എനിക്ക് ലയം പ്രാപിക്കണം, ആ പരമാത്മ ചൈതന്യം എനിക്ക് ഉൾക്കൊള്ളണം. ആ ഒരു ആർത്തി എന്നാൽ നമുക്കിതൊന്നും ചിന്ത വരത്തില്ല. നമ്മൾ എന്ത് ഉടുത്തേക്കുന്നു, നമ്മൾ സ്വർണ്ണം അണിഞ്ഞിട്ടുണ്ടോ, നമ്മൾ ആഭരണങ്ങളോ വീട്ടു സാധനങ്ങളോ ആഹാരങ്ങളോ ഇതൊക്കെ നല്ല ധനികൻ്റെ രീതിയിലാണ് ഇവിടെ കഴിയുന്നുള്ള ചിന്തയെ പാടില്ല. ഇതൊക്കെ ഉടയാമ്പലം തന്നതാണ്, ഇതിൽ നിന്നുകൊണ്ട് ചെയ്താൽ മതി. പക്ഷെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താനും കൂടെ നമ്മൾ ശ്രമിച്ച് അതായിത്തീരുന്ന എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ജന്മം ചെയ്ത ദേവസമ്പത്തും കൊണ്ട് വന്നവർക്കേ നടക്കൂ. ദേവസമ്പത്ത് കൊണ്ട് വരുന്നവർക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിവുണ്ട്, ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിവുണ്ട്, ഒന്നിലേക്കും പോകത്തില്ല, മനസ്സ് അവിടെ നിന്ന് ലയിച്ച് നിൽക്കും. അപ്പോൾ തപസ്, ദാനം, യജ്ഞം ഇത് ആവശ്യമാണ് സന്യാസിക്ക്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ത്യജിക്കരുതാത്ത കർമ്മങ്ങളാണ് യജ്ഞവും ദാനവും തപസ്സും.
ഇത് ത്യജിക്കാൻ പാടില്ല. എന്നാൽ ദോഷയുക്തമായ പല പല കർമ്മങ്ങളുണ്ട്. അത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും ഇങ്ങോട്ട് ആരും ഒന്നിനും വരാതെ ആരും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പാടില്ല. ഇങ്ങോട്ട് കയറി മെല്ലെ മെല്ലെ നിന്നാൽ മാത്രമേ നമുക്ക് അതിന് പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. അത് തെറ്റൊന്നുമല്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചെള്ള കാണിച്ചിട്ട് ഈ ചെള്ളയും അടിക്കും ഈ ചെള്ളയും അടിക്കും, ഇങ്ങനെ 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 തുടങ്ങും. എന്താണ് യജ്ഞവും ദാനവും തപസ് ത്യജിക്കരുതാത്തതെന്ന് പറഞ്ഞ എന്തുകൊണ്ടെന്നാൽ എന്താ കാരണം? ഇവ പരിപാവനമാണ് മക്കളെ. യജ്ഞം കൊണ്ട് എന്ത് പരിപാവനമാ! ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജോലി ഒതുക്കിയിട്ട് നന്നായി നല്ല സൽകീർത്തനങ്ങളും അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുന്ന അപ്പോഴാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, എൻ്റെ പണ്ടത്തെ കാലം 40 വയസ്സുള്ളപ്പം പിള്ളേരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ജോലി പെട്ടെന്ന് തീർക്കുക, നല്ല നല്ല ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുക, ആനന്ദ നിർവൃതിയിലങ്ങ് വായിക്കുക, വായിച്ച് കണ്ണുനീരൊഴുകുക. ചില മഹാത്മാക്കളുടെയൊക്കെ ജീവചരിത്രങ്ങളായിരിക്കും, അത് ഭക്തി ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ വായിച്ച് 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 കണ്ണുനീരൊഴുകിയിട്ട് അകത്ത് കഥവും കൂടെ അടച്ചിട്ട് ഇരുന്ന് അങ്ങ് ധ്യാനിക്കും. ഒരു 1.5 മണിയിലേക്ക് ധ്യാനിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വരുന്നതിന് മുമ്പേ ധ്യാനം നിർത്തും. അപ്പോഴെന്താ അങ്ങനെ നമ്മുടെ ആർത്തിയാണത്. അതുകൊണ്ട് നമുക്ക് എന്ത് നല്ലതാ ഒരു യജ്ഞവും ദാനവും തപസ്സും. ദാനം ചെയ്യുന്ന അത്രമാത്രം നന്മയാണ്, നമുക്ക് ഒരു അനുഭൂതിയാണ്. അതുപോലെ തന്നെയാണ് ഈ യജ്ഞവും ദാനവും തപസ്സും. അതുകൊണ്ടത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടാൽ അത് പരിപാവനമാണ്. ഈ പരിപാവനമാകുന്ന ഈ കർമ്മം നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയശുദ്ധി, മനഃശുദ്ധി ഇതൊക്കെ ഇങ്ങനെ ഈ ആന്തരികമായ എല്ലാം ഉള്ളിലേക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ ദോഷങ്ങളെല്ലാം ഒഴുകിപ്പോയി ആ മനസ്സിൽ നല്ല പരിപാവനമായ ശുദ്ധീകരണം ഉണ്ടാകും. അപ്പോൾ ഇത് വേണ്ടേ, ഇതെടുത്ത് കളയാൻ പറ്റൂ? ഇതുണ്ടെങ്കിലല്ലേ ഈ ഹൃദയം നന്നാവുള്ളൂ. അതുകൊണ്ട് യജ്ഞവും ദാനവും തപസ്സും ബുദ്ധിശാലികളെ ശുദ്ധീകരിക്കും. ബുദ്ധിശാലികൾക്ക് നല്ലതാണ്, അവരെ ഹൃദയശുദ്ധി ഉണ്ടാക്കും. ഇതാണ് ഈ പലർക്കും പല രീതിയാണ്. ഇതിനെന്താ വേണ്ടത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ച് ദേവസമ്പത്ത് കൊണ്ട് വരുന്നവർക്ക് ഇതൊക്കെ അനുഭവത്തിൽ വരും. അവർക്കിത് പോരാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആർത്തി പിടിച്ച് യജ്ഞവും ചെയ്യും. എന്ത് യജ്ഞം? നമുക്കൊക്കുന്ന യജ്ഞം മതി. യജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ അമ്പലത്തിൽ സപ്താഹത്തിനുള്ള യജ്ഞങ്ങളാണല്ലോ. അത് നമ്മുടെ വീട്ടുകളിൽ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സ്തോത്രയാഗമേ നമുക്ക് പറ്റൂ. അതും കലികാലത്ത് എന്താ പറയുക, ഭഗവാന്റെ കഥകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക, ഇത് മറ്റുള്ളവർക്കൂടെ കൊടുക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക, പരമാത്മാ ലയം പ്രാപിക്കുക, ആത്മാരാമനാവുക. എന്താണ് ആത്മാരാമൻ? ആത്മാവിനെ രമിക്കുക. സത്യം പതി നിന്റെ ആത്മാവ്. അപ്പോൾ ആത്മാവ് ആരാണ്? പതിയാണ്, ഭർത്താവാണ്. ആ ഭർത്താവാകുന്ന ആ പരബ്രഹ്മമാണ്, ആ പരമാത്മാവാണ്. ആ പരമാത്മാ ലയം പ്രാപിക്കുന്നതാണ് സത്യമായിരിക്കുന്ന ആ പതിയെ രമിക്കുക. സത്യം പതി നിന്റെ ആത്മാവ്, നിത്യം രമിക്കുക നീ ആത്മാവിൽ, നിത്യവും രമിക്കണമെന്നാണ്. എപ്പോഴും ആ ആത്മനിർവൃതിയിലേക്ക് ലയം പ്രാപിക്കുക. അത് സത്യം പതി നിന്റെ ആത്മാവ്, നിത്യം രമിക്ക നീ ആത്മാവിൽ. ഇത്തരം ചെയ്യുവതാണ് പാതിവൃത്യം. നിത്യവും നമ്മുടെ ഉള്ളിലെ ആ പരബ്രഹ്മത്തെ അത് ലയം പ്രാപിക്കുന്നതാണ് പാതിവൃത്യം. അത് ചിത്തേ ധരിക്കൂ, നിന്റെ മനസ്സിലാക്കൂ. അല്ലാതെ ഈ കോമഡിയും കണ്ടു നടക്കുന്ന കുറേ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഭർത്താക്കന്മാർ, സത്യസന്ധമായുള്ള നല്ല ജ്ഞാനികളാകുന്ന ഭർത്താക്കന്മാർ ആ പതി പരമാത്മാവ് തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ്. സത്യത്തെ പരമേശ്വരനും പാർവതിയും പോലെ തന്നെ ആയിരിക്കണം. പക്ഷെ അങ്ങനെ അല്ലാത്തവരെന്ത് ചെയ്യണം? ഈ എങ്ങനെ കൊള്ളാത്ത ഈ ദേവസമ്പത്ത് കൊണ്ടുവന്നൊരു സ്ത്രീയാണെങ്കിൽ അസുരസമ്പത്ത് കൊണ്ടുവന്ന ഭർത്താവിനെ എങ്ങനെ പതിയാക്കി വെക്കും? അത് ഈ ലോക ചിന്തയിലേക്ക് പതിയാവാൻ പറ്റൂ, ഉൾക്കാഴ്ചയിൽ നമുക്ക് പതിയാക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു ജ്ഞാനിയാണ്, ഒരു ശുദ്ധനാണ്, സാത്വികനാണ്, ഒരു സന്യാസിയുടെ ലുക്കാണ് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ പതിയാണ്, അകത്തെയും പുറത്തെയും പതി തന്നെയാ. ആ പതി ആ കാലത്തൊട്ട് വന്ദിച്ച് ഇത് പരമശിവനാണ്, അത് പരബ്രഹ്മമാണ്, നമുക്ക് കാണാൻ കഴിയും. ആ ഭർത്താവ് തന്നെ ആന്തരികമായ ഭർത്താവും അത് തന്നെ ബ്രഹ്മം എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പരമാത്മാവിൽ തന്നെ ഹൃദയത്തിൽ വെക്കുക, മറ്റത് പുറത്തുള്ള ഭർത്താവ് മതി. ഇത് ആന്തരികമായ ഒരു സന്യാസിക്ക് വേണ്ടത് ആണ് ഞാൻ ഈ പറയുന്നത്. അത് ഈ രണ്ടു കൂട്ടരും ഭർത്താവും ഭാര്യയും ഒരേ ലെവലിലാണ്. സത്വഗുണവാനായിട്ട് സന്യാസിമാരാണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛൻ്റെ കണക്കാവാം. അത് തന്നെയാണ് പതി, അത് തന്നെയാണ് പരബ്രഹ്മം, അത് ശിവൻ തന്നെയാണ് ഭർത്താവ്. ഭർത്താവും ചിന്തിക്കണം ഭാര്യ പാർവതി ദേവി ആണെന്ന്. രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ടും ബഹുമാനം, ആദരവ് ഇതൊക്കെ കൊടുക്കണം. അതില്ലാത്ത വീട്ടിൽ എങ്ങനെ ഭർത്താവിന് നന്മ കൊടുക്കും? പറ്റുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വേണം മറ്റുള്ളവർ ചിന്തിക്കാൻ. അയ്യോ ഇങ്ങനെയൊക്കെ ആണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം.
ഇപ്പം ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നിനെയും മദ്യത്തിനെയും അടിമപ്പെട്ട് നടക്കുന്ന എത്രയോ വീട് അന്വേഷിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എവിടെല്ലാം ഉണ്ട്. അവരെങ്ങനെ പൂവിട്ട് പൂച്ചോണ്ട് നടക്കാൻ പറ്റും? പതിയാണെന്നും പറഞ്ഞ് പരബ്രഹ്മമാണെന്ന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ രീതിയാണ്. എന്നാൽ ശുദ്ധ ഹൃദയനും വീട് അന്വേഷിക്കുന്ന നല്ല ഭർത്താവാണ്. പക്ഷേ ഉള്ളത്തിൽ ഇതൊന്നും വേണ്ടാത്ത ആൾ നമ്മൾ അതിനെ വെച്ചുകൊണ്ട് നോക്കാൻ പറ്റുമോ? നമ്മുടെ ഈശ്വരങ്കലേക്കളല്ലേ നമുക്ക് പ്രാപിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുവാണ്. അതുകൊണ്ട് ബുദ്ധിശാലികളെ ശുദ്ധീകരിക്കും യജ്ഞവും ദാനവും തപസ്സും. ഇത് ചെയ്താൽ ബുദ്ധിശാലികൾക്ക് നല്ല ശുദ്ധീകരണം ഉണ്ടാവും. ഒരു ഭർത്താവിനും ഇങ്ങനെ വന്നാൽ ഭർത്താവിനും ശുദ്ധീകരണം ഉണ്ടാവും. ഇതൊക്കെ നോക്കി പഠിച്ചാൽ അത് അജ്ഞാനം കൊണ്ട് ഇത് എടുക്കത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈശ്വരനെ ആരാധിക്കാനോ എടുക്കാനോ അവർക്ക് അജ്ഞാനം കൊണ്ട് അവർ അവർ താമസന്മാരാണ്. അവരും ഇതോട്ട് ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അല്ല ഈ പുറമെയുള്ള കാര്യകാരണങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഭർത്താക്കന്മാർ തന്നെയാണ്. പക്ഷെ അവരെ ഇതിലോട്ട് കടത്തിവിടാൻ പറ്റത്തില്ല. അതുമായിട്ട് നോക്കുമ്പോൾ രാപകൽ വ്യത്യാസം. അവർക്ക് ടി വി കാണുന്ന സമയത്ത് അവർ ടി വി കാണുക, അതാണ് അവരുടെ ഇഷ്ടം. നമുക്ക് ഭഗവത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് രണ്ടും രണ്ട് വകുപ്പല്ലേ. ലോകകാര്യങ്ങൾക്ക് കൊള്ളാം അവർ, ഈ ആത്മീയമായ വിഷയങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് നിന്നെങ്കിലേ പറ്റൂ. ഈ ആത്മവിഷയത്തിലേക്ക് അല്ലെങ്കിൽ അവർ ചേർന്ന് വന്ന് നിന്ന് നമ്മുടെ യജ്ഞത്തിൽ പങ്കുകൊള്ളും. നമ്മൾ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒന്നായി ലയിച്ച് നിൽക്കാൻ അറിയണം. ഇത് എന്ത് അല്പം ഈഗോ ഉണ്ട്. കാരണം ഞാനിത് പലപ്പോഴും പറയുമ്പോൾ എനിക്ക് ഈ ജന്മം ഇങ്ങനെ പോട്ടെ, എനിക്കറിയില്ല, ഞാൻ അടുത്ത ജന്മം ഇങ്ങനെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കളയും. ഞാനിതൊക്കെ പണ്ട് ഒരു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കാത്ത കാര്യം. അത് ദേവസമ്പത്ത് കൊണ്ട് വരുന്നവർക്ക് മാത്രമേ അത് പറ്റൂ. വലിയ പാടല്ലാതെ. 6-ാമത്തെ ശ്ലോകം വായിക്കാം. അപ്പം നമുക്ക് യജ്ഞവും ദാനവും തപസ് എന്താണ്? നമ്മളെ ശുദ്ധീകരിക്കും. ഒരു ബുദ്ധിശാലിയാണെങ്കിൽ നന്നായി ശുദ്ധീകരിച്ച് നമുക്ക് ആ ലെവലിലേക്ക് തന്നെ പോകാം. ഇനി 6-ാമത്തെ ശ്ലോകം. ഏതാന്യഭിതു കർമാണി സംഗം തെക്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മത ഉത്തമം. അർജുന, ഭഗവാൻ പറയുന്നു, യജ്ഞവും ദാനവും തപസ്സും അനുഷ്ഠിക്കുന്നത് ഫല ആസക്തികളെ ത്യജിച്ചിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ദാനം ചെയ്യുന്നത് എന്തിനാ? ഒന്നിനും ആകരുത്. നമ്മുടെ ഹൃദയ സന്തോഷം, നമുക്കത് സന്തോഷമാണ്. നമ്മുടെ ഉള്ളം അത്രമാത്രം പരിശുദ്ധമാണ്. പരിശുദ്ധം ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കും. ഒരാഗ്രഹം കിട്ടിയാൽ ഇതെനിക്ക് ഞാനൊരു ദാനധർമ്മം ചെയ്യാം, വസ്ത്രദാനമോ അന്നദാനമോ ഒക്കെ ചെയ്താൽ എൻ്റെ ഭഗവാനെ എനിക്ക് ഒരു പുണ്യം കിട്ടുമോ? അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മറ്റു പല വിഷയങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് സാധിച്ച് കിട്ടുമോ? അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്ന തപസ്, ഇതൊക്കെ എനിക്ക് ഓരോ ആഗ്രഹങ്ങൾ നേടാമോ? ഇത് പാടില്ല. സന്യാസിക്ക് പാടില്ല. സാധാരണ ലോക ജീവിതക്കാർക്ക് അങ്ങനെയാണല്ലോ. അവർ പരോക്ഷമായല്ലേ ചിന്തിക്കുള്ളൂ. അതൊക്കെ ആദ്യ പടികളാണ്. ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റും. ഞാൻ ആദ്യ പടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വയസ്സ് ഇത്രയായി. ഇന്നെനിക്ക് താഴെ പോയി പണ്ട് നടന്ന ആഗ്രഹങ്ങളുടെ പുറകെ നടക്കാൻ പറ്റുമോ? എനിക്ക് ആഗ്രഹങ്ങൾ വെടിഞ്ഞിനി എനിക്ക് പോകേണ്ടത് പോകണ്ടേ? ഈ ജന്മം പോയില്ല അടുത്ത ജന്മം പോകണ്ടേ? നമ്മളിങ്ങനെ വഴി നടന്ന് അങ്ങ് പൊക്കോണ്ടേ ഇരിക്കുന്നു. മുകളിലോട്ട് നടന്നു പോകുമ്പോൾ താഴേക്കുള്ള ചിന്തിക്കേണ്ട കാര്യമില്ല. താഴേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അർജുന, യജ്ഞവും ദാനവും തപസ്സും അനുഷ്ഠിക്കുന്നത് എന്തു വേണം? ഫലം ആഗ്രഹിക്കാൻ പാടില്ല. ഫലാസക്തികളെ ത്യജിച്ചിട്ടായിരിക്കണം. ഫലം ആഗ്രഹിക്കണ്ട, അത് ത്യജിച്ചു കളയണം. സുനിശ്ചിതവും ശ്രേഷ്ഠവുമായ എൻ്റെ തീരുമാനമാണിതെന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് സുനിശ്ചിതമാണ്, വെറും നിശ്ചിതമല്ല, അത്രയ്ക്ക് നിശ്ചിതമാണ്. അതുകൊണ്ട് ഈ സുനിശ്ചിതവും അത് ശ്രേഷ്ഠവുമായ എൻ്റെ തീരുമാനം ശ്രേഷ്ഠമാണ്. ഈ യജ്ഞം ഒരു ഫലവും ആഗ്രഹിക്കാതെ നമ്മൾ യജ്ഞം നടത്തപ്പെടാൻ മക്കളെ ആ ഈശ്വര കൃപ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. ഈ സഹസ്രാര പത്മത്തിൻ്റെ അകത്തുനിന്നിങ്ങനെ ദേഹാസകലം പുറത്തോട്ടും അകത്തോട്ടൊക്കെ വ്യാപിച്ചൊഴുകുന്ന കൃപ എന്തുകൊണ്ടാണ്? ഒരു ഫലവും ആഗ്രഹിക്കാതെ അത്ര സത്യസന്ധമായി ഒരു കളങ്കമില്ലാതെ ഒരു കുഞ്ഞ് നിഷ്കളങ്കമായ ഒരു പൊടി കുഞ്ഞെങ്ങനെയാണ് ആ ഒരു ഹൃദയശുദ്ധിയോടുകൂടി തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ഇത് പ്രവർത്തിച്ചത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കൂ. അപ്പോൾ എന്താ അവിടെ ഒഴുകുന്നേ? ഭഗവത് കൃപയാണ്. നമ്മുടെ ദേഹം മൊത്തം എങ്ങനെയാ അത് എല്ലായിടവും വ്യാപിക്കും. അതുകൊണ്ട് സുനിശ്ചിതവും ശ്രേഷ്ഠവുമാണ്. എന്താ ശ്രേഷ്ഠം? അത് ശ്രേഷ്ഠമാ ഈ അനുഭൂതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ ഈ കൃപ ഉള്ള മൊത്തവും വികസിച്ച് മൊത്തത്തിൽ അങ്ങനെ കറങ്ങിയിരിക്കുന്ന ശരീരം ആസകലം അകവും പുറവും പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ശ്രേഷ്ഠമായതുകൊണ്ടാണ്. എന്താണ്? ഫലം ആഗ്രഹിക്കാത്തത് കൊണ്ട്. ഇപ്പോൾ ഈ വിദ്യ നമ്മൾ ദാനം ധർമ്മം ചെയ്യുന്നു. ഭഗവാന്റെ ദാസി എന്ന നിലയിൽ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഉള്ള ഒരക്ഷരമാകട്ടെ അത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫലം നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല.
അന്നേരം എന്ത് ചെയ്യണം? അപ്പം ഭഗവാന്റെ കൃപ ഉള്ളത്ത് തനിയെ ഉണ്ടാകും. അതാണ് ശ്രേഷ്ഠം. അത് സുനിശ്ചിതവും ശ്രേഷ്ഠമാണ് എന്നാണ് ഭഗവാന്റെ തീരുമാനം. ഭഗവാൻ അതാണ്. അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ ആകണം. ഭഗവാൻ ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ ആയൊരു ഭഗവാൻ പരമാത്മാവ് കൃഷ്ണാവതാരം എടുത്തത്, ആ കൃഷ്ണ അവതാരം എടുത്ത ഒരു ഫലത്തിനുമല്ല ഈ ലോകത്ത് വന്നത്, ഒരു നേട്ടത്തിനുമല്ല. ഭഗവാന്റെ കർമ്മം നടത്താനാണ് വന്നത്. ഈ സാധുക്കളായ ഭക്തന്മാരെ രക്ഷിക്കാൻ തന്നെയാണ് വന്നത്. അല്ല നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടി അല്ല. ഒന്നും ചോദിച്ചിട്ടില്ല, അത് വേണം ഇതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ കർമ്മം നടത്തി, കടമ നടത്തി വന്നത് എന്തിനാ? അത് നിറവേറ്റി. അപ്പം നമ്മളും കണ്ടു പഠിക്കണം. നമ്മുടെ പരമഗുരുവാണ്, പരമാത്മാവ് ഗുരുവാണ് കൃഷ്ണൻ. അല്ലെങ്കിൽ ആരെയായാലും പരമാത്മാവെന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ് ഉപദേശം തരുന്നത്? കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, അതല്ല കർത്താവ് യേശുദമ്പുരാനാണോ? അതല്ല ഗുരുദേവനാണോ? ചട്ടമ്പിസ്വാമികളാണോ? എല്ലാം പരമാത്മാവിൽ നിന്ന് വന്നേക്കുന്ന നന്മ എന്തായാലും നമുക്ക് സ്വീകരിക്കാം. ഈശ്വരനിലേക്കുള്ള വഴി ആര് തന്നാലും അത് ശരി തന്നെയാണ്, അത് അവിടെ നിന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ അത് ഏറ്റക്കുറച്ചിൽ കാണും. പരമാത്മാവ് ഒറിജിനലായിട്ട് പരംപിതാവ് കൃഷ്ണനായിട്ട് വന്നെങ്കിൽ ഒരുപാട് കർമ്മം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. വെറും ഉപദേശം മാത്രം അർജുനന് കൊടുക്കുകയല്ല ചെയ്തത്. ഭഗവാൻ ഇവിടെ ദുഷ്കർമ്മമായിട്ടുള്ള എല്ലാം ഏടാകുടങ്ങളെയും നിരത്തി ചമച്ചു കളഞ്ഞു, പൂട്ടിയടിച്ച് വൃത്തിയാക്കി. അത് മനസ്സിലാക്കണം. അതിനും കൂടെ ശക്തിമാനായിട്ട് വന്നേ പറ്റൂ. അത് ഗുരുദേവനെ കൊണ്ടോ ചട്ടമ്പിസ്വാമികളെ കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ഉപദേശങ്ങൾ ഇതുപോലെ തരാൻ വഴി കാണിച്ചു തരും, ഭഗവാനിലേക്ക് പോകുന്ന വഴി കാട്ടിത്തരും. അല്ലാതെ ഇവരെയൊക്കെ നിരത്തിപ്പിടിച്ച് ചമച്ച് ഈ ദുഷ്ട പിശാചുക്കളെ മൊത്തവും അടിച്ച് തുടച്ച് കളയാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ ഒക്കൂ. അത് പരമാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് പരമാത്മാ കൃഷ്ണനായി വന്നത്. മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് ഭഗവാന്റെ ശ്രേഷ്ഠവും സുനിശ്ചിതമായ തീരുമാനമാണ്. ഭഗവാൻ ഇത് വാക്കുകൊണ്ട് പറഞ്ഞു തന്നതാണ്. നമ്മൾ അനുസരിക്കണം. അതുകൊണ്ട് 7ാമത്തെ ശ്ലോകം നിയതസ്യ തു സന്യാസ കർമ്മണോനോപപദ്യതേ മോഹാൽ തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. ഈ താമസം എങ്ങനെയാണെന്നാ? നിയതമായ കർമ്മം, അത് അത്യാവശ്യം വിധിച്ചിട്ടുള്ള കർമ്മത്തെ ഉപേക്ഷിക്കരുതേ. നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം, അത് ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാലോ അജ്ഞാനം കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കുന്നതിനെ താമസമെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ 2 ഭർത്താവും ഭാര്യയും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഇതൊക്കെ പഠിക്കാനോ പ്രാർത്ഥിക്കാനോ ഇതൊന്നും കഴിവില്ല. എന്തുകൊണ്ടാ? അജ്ഞാനം. എനിക്കും അത് വേണം, അവൾ എന്താ അവിടെ പറയുന്നത്, എന്താ പ്രാർത്ഥന, എനിക്കും അത് കേട്ടിരുന്നത് പഠിക്കണം, അത് പഠിക്കാനെന്ന് കേട്ടിരുന്ന് കളയാം. എന്താണത് തോന്നാത്തത്? അജ്ഞാനം. അപ്പോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. നിയതമായ കർമ്മം നമുക്ക് എന്നും, ഒരു വലിയ യജ്ഞങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്കൊരു സ്തോത്രയാഗമാകുന്ന യജ്ഞം മതി. അത് വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്നൊരു യജ്ഞം നടത്തിയ എത്ര പരമാനന്ദമാണ്. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് ദീപം എന്താണ്? ആ പരമാത്മാവിൻ്റെ പ്രതീകമാണ്, അത് പ്രകാശമാണ്. അവിടെ ചെന്നിരുന്ന് ആ വിളക്കിൻ്റെ മുമ്പിലോട്ടിരുന്ന് എല്ലാവരും കൂടെ, ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിരുന്ന് ഒരു യാഗം ചെയ്തുകൂടെ? ഒരു സ്തോത്രയാഗം ചെയ്തുകൂടെ? ഒരാൾക്ക് പാടാനോ പറയാനോ അറിഞ്ഞുകൂടെങ്കിൽ അത് കേട്ടിരുന്നൂടെ? അവിടെ വന്നിരുന്നൂടെ? അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് വരും? ഇത് മനസ്സിലാക്കാൻ പറ്റും. കേൾക്കുന്നതാണ് നല്ലത്. കേൾക്കുമ്പോൾ തന്നെ ഹൃദയശുദ്ധി ഉണ്ടാവും. അപ്പോഴെന്ത് വരും? അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത എന്താ? അജ്ഞാനം. അവിടെ ഈഗോ, എന്നെ യുവക്കുള്ള കൂടെ ചെല്ലാൻ പോലും, ഞാൻ അതിനേക്കാളും വലിയ ആളാ എന്നുള്ള രീതി, എനിക്കിതൊക്കെ അറിയാം എന്നും പറഞ്ഞ് മാറിപ്പോകുന്ന എന്താണ്? അജ്ഞാനം. അതുകൊണ്ട് അത്യാവശ്യം വിധിച്ചിട്ടുള്ള കർമ്മം, നമുക്കിതൊക്കെ വിധിച്ചിട്ടുള്ളതാണ്. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സന്ധ്യാരാധന മനസ്സിൽ എല്ലാം പണ്ടേ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അത് എല്ലാ കുട്ടികളും കുട്ടിനാളിൽ ചെയ്ത് പഠിച്ചവർക്ക് വലുതായാലും ചെയ്യും. അത് പഠിക്കാത്തതിൻ്റെ പേരിലാണ് ഈ അജ്ഞാനം ഉണ്ടായത്. അതൊരു എന്തോ ഒരു ഈഗോ. അത് ഞാനിപ്പോൾ അവിടെ കൊച്ചാകുന്നില്ല, ഇത് ചെല്ലുന്നതൊക്കെ അറിവില്ലാത്ത കുറേ പെണ്ണുങ്ങളോ കുറേ കൊച്ചുങ്ങളോ ഇരുന്ന് ചെല്ലും, നമുക്കൊന്നും പറ്റും, നമ്മളൊക്കെ ഇന്ന കേവന്മാരല്ലേ എന്നുള്ള ധാരണയാണ് അജ്ഞാനം, അറിവില്ലായ്മ. അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കുന്നതിനെ താമസമെന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലാക്കണം, താമസ ഗുണമുള്ളവർ, സത്വ ഗുണമുള്ളവർ ഒരു സന്യാസിയുടെ കൂടെ ചേരാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിക്കൂ. അപ്പം പിന്നെ ഈ ചോദ്യങ്ങൾ വരത്തില്ല. എന്ത് ചോദ്യമാ? ഒരു വീട്ടിൽ ഭർത്താവിനെ നന്നാക്കിക്കൊണ്ട് പോകാൻ ഭാര്യ ശ്രമിച്ചാൽ, ഭാര്യയെ നന്നാക്കിക്കൊണ്ടുപോകാൻ ഭർത്താവ് ശ്രമിച്ചാൽ നടക്കത്തില്ല. കർമ്മവാസനയാണ്. അത് നടക്കണമെങ്കിൽ ആദ്യം കുറച്ചൊക്കെ ഒന്ന് കേൾക്കാനെങ്കിലും ഇരിക്കണം. എന്നാൽ അടുത്ത ജന്മം അത്രയെങ്കിലും കൊണ്ടുപോയി
വരാം. ഇത് കഴിഞ്ഞ ജന്മം തീർത്ത് ഈ തമോ ഗുണക്കാരന്മാരാണ്. എങ്ങനെ നന്നാവും, എങ്ങനെ ചെവിയിലോട്ട് കയറും, എങ്ങനെ കാണും, കണ്ണോട് നോക്കാൻ പോലും അവർക്ക് പറ്റും. അവർ ഒഴിഞ്ഞു മാറി പൊക്കളയും. ആ സമയത്ത് ഇവിടെ നിൽക്കത്തില്ല. എന്താ നിന്നാൽ, കാരണം രണ്ടും രണ്ട്, ഒരാൾ തെക്കെങ്കിൽ ഒരാൾ വടക്കാണ് സ്വഭാവം, ഒരിക്കലും ചേരത്തില്ല. അതുകൊണ്ട് എന്ത് പറയുക, അജ്ഞാനം കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കുന്നതിന് താമസം എന്ന് പറയുന്നു. അപ്പോൾ താമസം മനസ്സിലാക്കണം. നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട കർമ്മങ്ങളെ ചെയ്യുന്നില്ല, അത് അജ്ഞാനം കൊണ്ടാണ്. അതിനെയാണ് താമസം. അപ്പോൾ അജ്ഞാനത്തിൻ്റെ പേര് താമസം. തമോ ഗുണം, അന്ധകാരം. അവർക്കുള്ള ഹൃദയം വെടുപ്പല്ല, അത് അന്ധകാരം തന്നെ നിൽക്കും. അറിവില്ലായ്മയാണ് അത് കാരണം. അറിവില്ലായ്മ എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിലാക്കാൻ അവർക്ക് തോന്നിക്കുന്നില്ല. എന്താണ് തോന്നിക്കാത്ത? അജ്ഞാനം കൊണ്ട്. എന്താണ് അജ്ഞാനം? അത്രയ്ക്ക് ഉള്ളം ശുദ്ധമല്ല. ഈഗോ എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അതൊക്കെ അങ്ങനെയുള്ള ഈഗോ ഉള്ളവർക്ക് ഈ കുടുംബത്തിൽ എന്നാ എൻ്റെ ഭാര്യ, അവൾക്ക് ഇച്ചിരി ഇതൊക്കെ അറിയാം, അല്ലെങ്കിൽ ഒരു ഭാര്യ വിചാരിക്കണം എൻ്റെ ഭർത്താവ് ഇവിടെ നാമങ്ങളൊക്കെ ശ്രദ്ധിക്കും, എനിക്കും ഒന്ന് പഠിക്കണം എന്നൊരു ഭാര്യ ചിന്തിക്കണം. ഭാര്യയുടെ അടുത്ത് ഭർത്താവില്ലേ, ഭർത്താവ് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കാതെ എടുക്കാതെ ഇരുന്നാൽ അറിയേണ്ട കർമ്മങ്ങൾ നമുക്ക് അറിയാൻ പറ്റൂ, ചെയ്യാൻ പറ്റൂ. അതിൻ്റെ പേരാണ് താമസം. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകത്തിൽ ദുഃഖമിത്യേവയൽ കർമ്മ കായക്ലേശ ഭയാൽ ത്യജേൽ സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേൽ. ഇനി രാജസത്തെ പറ്റിയാണ്. തമസിൻ്റെ പറഞ്ഞു. ഇനി രജോ ഗുണം, രാജസം. എന്താണ്? കർമ്മ അനുഷ്ഠാനം ക്ലേശകരമെന്ന് വിചാരിച്ച് അത് ഉപേക്ഷിക്കരുതേ. അപ്പം ക്ലേശകരം എന്ന് വെച്ചാൽ അർത്ഥം ഇത് ഞാൻ എൻ്റെ കർമ്മത്തെ തന്നെ പറയാം. വേറൊരു കർമ്മം നമുക്കിവിടെ പറയണ്ട, നമുക്ക് മുഖാമുഖം കണ്ടതുപോലല്ലേ ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് കർമ്മ അനുഷ്ഠാനം, ഞാനിത് 4 വർഷം കൊണ്ട് ഇപ്പം തന്നെ ഈ ഒരു കർമ്മം, ഇത് ഭഗവത്ഗീതയോ ഭാഗവതമോ എൻ്റെ അറിവിനൊത്ത് എന്തെങ്കിലും ഇത് കൂടെ ഇടുന്നു. ഇതെൻ്റെ കർമ്മ അനുഷ്ഠാനമാണ്. ഇത് ഞാൻ നിത്യേന ചെയ്യുന്നൊരു അനുഷ്ഠാനം തന്നെയാണ്. ഇത് ക്ലേശകരമെന്ന് വിചാരിച്ച് ഇതെനിക്ക് ക്ലേശകരമാണെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് അങ്ങനെ ചിന്തിച്ച് ഉപേക്ഷിക്കരുതേ. ഇപ്പം എനിക്ക് തന്നെ മനസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും മക്കളെ. ഞാൻ ഇവിടെ ഒരു 50-60 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് എഴുതേക്കുമ്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളത് കാണാത്തത്, ഞാൻ ക്യാമറ ഓഫാക്കിയിട്ടാണ് എഴുതേക്കുന്നത്. എഴുതേക്കുമ്പോൾ ഞാൻ കുറേ നേരം, ഒരു അരമണിക്കൂർ എനിക്ക് നേരെ നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ ഞെളിഞ്ഞും പിരിഞ്ഞും മുടന്തിയൊക്കെയാണ് അങ്ങോട്ട് മാറിപ്പോയി എവിടെയാണ് പോയി ഇരിക്കുക. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ക്ലേശകരമാണെന്ന്. ഇത് ക്ലേശകരമാണെന്ന് എൻ്റെ ദേഹത്തിന് അറിയാം, അത് എനിക്കറിയാം. എനിക്ക് ദേഹത്തിന് ക്ലേശകരമാണെന്ന്. എന്നാൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. എനിക്ക് രാജസമല്ല, എനിക്കിത് എൻ്റെ കടമയാണ്. ഞാൻ കിടന്നുകൊണ്ട് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ കടമയാണ്. എൻ്റെ മനസ്സിന് സമാധാനമാണ്, എൻ്റെ ആവശ്യമാണിത്, എൻ്റെ ഇഷ്ടമാണിത്, എനിക്ക് ആവശ്യമാണിത്, വേറൊന്നിനും വേണ്ടിയല്ല. ഇത് എൻ്റെ പ്രയത്നം, എനിക്ക് വേണ്ടി ഞാനത് എന്താണ് ചെയ്യുക, അത് എൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് എൻ്റെ കടമയാണ്. ഒരു ആവശ്യത്തിനോ ഒരു ഫലത്തിനോ വേണ്ടിയല്ല. പക്ഷേ രാജസോടെ എന്ത് പറയുന്നു? കർമാനുഷ്ഠാനം ക്ലേശകരമെന്ന് വിചാരിച്ച് അത് ഉപേക്ഷിക്കരുതേ. അപ്പോൾ എന്താ? എണീക്കാൻ വയ്യെങ്കിലും ഇത് ചെയ്തോണം. അഥവാ അത് ക്ലേശകരമെന്ന് കരുതി ചെയ്യാത്തതെന്താ? രാജസം. അത് രാജസത്യാഗമാണ്. ഇന്ന് എല്ലാവരും എങ്ങനെയാ സാധാരണക്കാർ? ഒരു പരമാത്മജ്ഞാനി, അതായത് ബ്രഹ്മജ്ഞാനി, ഒരു സത്വാൻ അല്ലെങ്കിൽ ഒരു സന്യാസി ദേഹത്തിന് ക്ഷീണം നോക്കത്തില്ല മക്കളെ. എണീക്കാൻ വൈകിലും മുടന്തിയും കിടന്തിയെങ്കിലും അവർക്ക് ശരീരബോധം ഇല്ലല്ലോ. ശരീരം എങ്ങനെ ഇരുന്നോട്ടെ? ചിലർ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ ഡ്രസ്സിലൊക്കെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നിൽക്കുന്ന വേഷം മതി. ഞാൻ 4 വർഷം കൊണ്ട് ഉടുത്തൊരുങ്ങാൻ നടക്കുന്ന കാര്യമാണോ? ഈ സാരികൾക്കടുത്ത് ഉടുത്താൽ ഞാൻ എവിടെ കൊണ്ട് കഴുകാൻ പറ്റൂ? എനിക്കത് അതൊന്ന് വിരിച്ചിടാൻ പറ്റുമോ? ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഞാൻ നിൽക്കുന്ന വേഷം തന്നെയാണ് എടുക്കുന്നത്. അതിന് എനിക്കെന്താ കുഴപ്പം? കാണുകൾക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അവർ നന്നായി ഒരുങ്ങി നടക്കുക, അത്രയേ ഉള്ളൂ. എനിക്കിതിലെങ്കിൽ യാതൊരു അർത്ഥവും ഇല്ല. ഉടുക്കുന്ന വസ്ത്രത്തിന് നാറ്റം പാടില്ല, ശുദ്ധി വേണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ക്ലേശകരമാണെന്ന് കരുതി ഞാനിത് ചെയ്യാതിരുന്നാൽ എൻ്റെ ദേഹം വയ്യ, എനിക്കിവിടെ എഴുന്നേൽക്കുമ്പോൾ നിവർത്തിയില്ല, എനിക്ക് നടുവയ്യ, അത് വയ്യ, ഇത് വയ്യ, ഞാനിപ്പോൾ ഇത് ഇടുന്നില്ല, എനിക്കിപ്പം വേണ്ട, ആർക്ക് വേണ്ടിയാ, എനിക്കിതൊന്നും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചാൽ എന്താ? അത് രാജസത്യാഗമാണ്. അതെനിക്ക് പറ്റത്തില്ല. എന്നെ ആരും ഉദ്രണിച്ചിട്ടല്ല ഞാൻ ചെയ്തത്, എൻ്റെ ഉള്ളത്തിലെ പിടപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് രാജസത്യാഗമാണ്. അത് നല്ല ത്യാഗമല്ല, രജോ ഗുണമാണ്. ക്ലേശം വന്ന് മിക്കവാറും വരെ എനിക്കിപ്പോൾ എന്താണ് ഇത് ഇട്ടിട്ട്
ഓ ഇതൊക്കെ മതി, ഇനിയിപ്പോൾ ആര് കേട്ടാൽ എന്തോ, എനിക്കൊന്നും ലാഭമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നത് എന്താ? രാജസം, രാജസത്യാഗം. ഈ ത്യാഗഫലം ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്ന രാജസക്കാർക്ക് ഇതിൻ്റെ ത്യാഗത്തിൻ്റെ ഫലം ലഭിക്കത്തുമില്ല. കാരണം എന്താ? ഉള്ള മൊത്തം എന്താണ്? എന്തിനാ ചെയ്യുന്നത്? എനിക്കിപ്പോൾ എന്താ വേണം? എനിക്ക് വയ്യ, എൻ്റെ ദേഹത്തെ ക്ലേശിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങനെ വിചാരിക്കുന്ന രാജസക്കാരന് ഒത്തിരി ക്ലേശം ദൈവം കൊടുക്കത്തേ ഉള്ളൂ. അതറിയുന്നില്ല. നമ്മുടെ ദേഹം ഇപ്പോൾ ഒട്ടും വയ്യ, നാളെ ഒത്തിരി വയ്യാതാക്കും. അങ്ങനെയുണ്ട്. നമുക്ക് ദേഹം വയ്യ പോലും ആവും പോലും ഭഗവാൻ ഇഷ്ടമാണെന്ന് നടത്തിക്കോട്ടെ, നമ്മളങ്ങ് വിട്ടേക്കുക. ഭഗവാൻ എന്താ ഇച്ഛ, എൻ്റെ ദേഹം നന്നാക്കി ഇരിക്കണോ, അത് അവിടേക്ക് വേണമെങ്കിൽ ഭഗവാനാണ് ചെയ്യട്ടെ. എനിക്കിതിലൊന്നും യാതൊരു മോഹമില്ല ഭഗവാനെ നാരായണ. എനിക്ക് ഭഗവാന്റെ ഈ വചനം ദാനം കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഒരു കുട്ടിക്കെങ്കിലും കേൾക്കുന്നത് ഇഷ്ടമാണോ, അവർക്ക് വേണോ, അതെനിക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. അതെൻ്റെ ദാനമാണ്, അതാണ് എൻ്റെ കടമയത്. അപ്പോഴും രാജസഗുണം ആവത്തില്ല. അതെന്താണ്? അത് അടുത്തതിൽ പറയും അങ്ങനെയുള്ളവ ആരാണെന്ന്. അപ്പം രജോ ഗുണം എന്താണ്? ക്ലേശമാണെന്ന് കരുതി ഒന്നും ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. അതാണ് രാജസം. നമുക്ക് രാജസം വേണോ? ഇങ്ങനെ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്ന ഒരു സന്തോഷമാണോ? അപ്പം രാജസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ക്ലേശത്തെ നോക്കി ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ചെയ്യുന്നില്ല, വേണ്ട, എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ മതി, ഞാനിങ്ങനെ സുഖിച്ചങ്ങ് എൻ്റെ ദേഹത്തെ ഉള്ളനെ പൊതിഞ്ഞ് അയ്യോ എനിക്ക് ദേഹമൊക്കെ നന്നാക്കി ഞാൻ ഇന്നത് മെനക്കെട്ടുവിടാൻ എനിക്ക് എണിച്ചടക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ചെയ്യാതിരുന്നാൽ, അങ്ങനെ ഉപേക്ഷിച്ചാൽ, ഈ ചെയ്യേണ്ട കർമ്മം ഉപേക്ഷിച്ചാൽ അതിനെ രാജസം. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. 9ാമത്തെ ശ്ലോകം. കാര്യമിത്യേവയൽ കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം തെക്വാ ഫലം ചെയ്വ സത്യാഗ സാത്വികോ മത. അതിന് സാത്വികത്തിൻ്റെ ഫലം ഞാൻ ഈ പറഞ്ഞത് അതിലുണ്ട്. അത് ഞാനങ്ങ് ഇതൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോണതാണ്. പക്ഷേ ഇതിനകത്തത് പറയേണ്ട കാര്യമില്ല. രാജസ്ഥനെ തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ ഞാനത് ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണമെന്നത് പിന്നെ തോക്കി കയറി വെടിവെക്കുക. ഇനി ആദായം ഒന്നും പറയാൻ പോണേ. അല്ലയോ അർജുന, ഇത് തൻ്റെ കർത്തവ്യമാണ് എന്ന് നിശ്ചയിച്ച് ഫലാസക്തി വിട്ട് കർമ്മം ചെയ്യുന്നവനാണ് സാത്വിക ത്യാഗി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ കഴുതയിലങ്ങ് പറഞ്ഞ് രാജസം ഇന്നതാണെന്നും എൻ്റെ രീതി സാത്വികം ത്യാഗമാണെന്ന് ഞാൻ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ്. അപ്പം അല്ലയോ അർജുന, മക്കളെ നിങ്ങൾ കേൾക്കൂ, ഇത് തൻ്റെ കർത്തവ്യമാണെന്ന്. ആരാണ് ഇങ്ങനൊരു ദാനം, ഇത് ഒരു ഫലവും ആഗ്രഹിക്കാതെ, അത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളാകുന്ന മക്കൾക്ക് എന്തെങ്കിലും അല്പം ആഗ്രഹം പിടച്ച് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ആ പിടപ്പ് എനിക്ക് എവിടെ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം, എന്തോ പിടപ്പ്. അപ്പം ഞാനും കൊടുത്ത് പിടച്ച് എനിക്കറിയാം. അതുപോലെ ഏതെങ്കിലും മക്കൾ എവിടെയെങ്കിലും പിടയ്ക്കുന്നുണ്ട്. ഇന്ന് തന്നെ പ്രസന്ന എന്നോട് പറഞ്ഞു, ഇത് കമൻസ് വന്നു, ഞാൻ ഇങ്ങനെ അമ്മേ ബ്രഹ്മം സർവ്വതും ബ്രഹ്മമായി അറിയുന്നു അമ്മേ. അപ്പോൾ എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണ്ടേ? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്നു. 1 or 2 ആവട്ടെ, ഉൾക്കൊള്ളുന്ന എത്ര മക്കളായ അവരെല്ലാം ഉൾക്കൊണ്ടോട്ടെ, എത്രയോ പേര് ഉൾക്കൊള്ളട്ടെ, അല്ലാത്തവർ പഠിക്കട്ടെ, ആയി തീരട്ടെ. അതിനുവേണ്ടി നമ്മൾ ആരെങ്കിലും ഒന്ന് ഒരുങ്ങണ്ടേ? എന്നുവെച്ചാൽ ഈ യൂട്യൂബ് നിറച്ച് മഹാത്മാക്കൾ പലതും പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ എന്താണ്, നമ്മുടെ ഉള്ളു പരിശുദ്ധമാവുകയും നമ്മുടെ ഉള്ളം പ്രസാദിക്കുകയും നമുക്ക് തന്നെ ആനന്ദിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്കും കൊടുക്കണ്ടേ? മറ്റുള്ളവർ കൊടുക്കണം. ഞാൻ അടങ്ങി പൊതിഞ്ഞിരുന്നാൽ എൻ്റെ ഉള്ളത്തിൽ അമങ്ങിയിരിക്കാനല്ലേ പറ്റൂ. എനിക്ക് തുറവി വേണ്ടേ, എനിക്ക് വിശാലം വേണ്ടേ, എനിക്ക് സർവ്വത്തിനെയും ഒന്നായി കാണണ്ടേ, അത് ഞാൻ എന്നിൽ നിന്ന് പങ്കുവെക്കണ്ടേ? അപ്പോഴെന്ത് വരണം? അല്ലയോ അർജുന, ഇതെൻ്റെ കർത്തവ്യമാണെന്ന് നിശ്ചയിച്ച് ഫല ആസക്തി വിട്ട് ഒരു ഫലവും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നവനാണ് സാത്വിക ത്യാഗി. അപ്പോൾ മക്കളെ മനസ്സിലാക്കൂ, ആരാണ് ഇങ്ങനെ സാത്വിക ത്യാഗി? ഒരു ഫലവും മനസ്സിലില്ല, നേരായി കിട്ടുന്നത് എടുക്കാം. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഇപ്പോൾ ഒരു പ്രാർത്ഥന നടത്തുന്ന അമ്മേ അവിടം വരെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാർത്ഥന സന്തോഷമായിട്ട് ഭഗവാനുള്ള എല്ലാം ബ്രഹ്മമയം കൊണ്ട് ചെല്ലും. എന്നാൽ അമ്മേ ഇതിരിക്കട്ടെ എന്ന് പറയാൻ നമ്മൾ വേണ്ട എന്ന് പറയാൻ അത് ഭഗവാനെ നിന്ദിക്കുകയല്ലേ? അത് സന്തോഷമായിട്ട് സ്വീകരിക്കണം. അതൊരു കൂലിയല്ല, അതൊരു ഫലം ആഗ്രഹിച്ചല്ല. അത് ഭഗവാനുള്ള ആ ഒരു സ്നേഹവും ഭക്തിയും, അവർക്ക് അതൊരു ഫലവും അവരുടെ ഹൃദയവും അതുകൊണ്ട് സന്തോഷിക്കും. അത് നമ്മൾ മേടിക്കാതെ അവിടെ ഹൃദയം സന്തോഷിക്കൂ. അവർ സന്തോഷിക്കണമെങ്കിൽ അത് ദാനം നമ്മൾ ആ ദക്ഷിണ നമ്മൾ മേടിക്കണം. അപ്പോഴവിടെ രണ്ടും ചേർന്ന് അതിലും ലയം കിട്ടും, ഇതിലും ലയം കിട്ടും. രണ്ടിലും മേടിക്കുന്നതിനും കൊടുക്കുന്നതിനും സന്തോഷം അനുഭവിക്കാം, ആനന്ദം അനുഭവിക്കാം. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കാതെ ചെയ്യണമെന്നാണ് പറയുന്നത്. നേരെ ആരും ഉദ്ധരണിച്ച് കൊടുത്താലോ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം.
അതുകൊണ്ട് ഫലം ആഗ്രഹിച്ച് ചെയ്യാൻ പോകരുതെന്നുള്ളതാണ്. മനസ്സിൽ കിട്ടുള്ള പ്രതീക്ഷ പാടില്ല. അങ്ങനെ ചെയ്യുന്ന കർമ്മം എന്താണ്? സാത്വിക ത്യാഗി. അപ്പോൾ ത്യാഗം എന്താണ്, സന്യാസം എന്താണെന്ന് അർജുനൻ ചോദിച്ചാൽ ഉത്തരം ഇവിടം വരെ എത്തി. ഇനി നമുക്ക് ബാക്കിയുണ്ട്, അങ്ങോട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.